നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണം എങ്ങനെ ക്രമപ്പെടുത്താം. പുതിയൊരു അധ്യയന വർഷം കൂടി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. പേരൻസിനെല്ലാം ഒരു ഭയങ്കര സംശയമാണ്, എന്ത് ഭക്ഷണം കൊടുക്കണം, എങ്ങനെ പാക്ക് ചെയ്ത ഫുഡ്സിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, എത്ര ഫുഡ്സ് ന്യൂട്രിയൻ റിച്ച് ആയിട്ട് എങ്ങനെ കൊടുക്കാം എന്നുള്ള പല സംശയങ്ങളും ഉണ്ടാകാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കൂൾ കുട്ടികളുടെ ഭക്ഷണം അവരുടെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസിക നിലയെയും വളരെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളത്. പഠനം, ബുദ്ധി, ഓർമ്മ ഇവയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ് അവരുടെ ഭക്ഷണക്രമം. അതുകൊണ്ട് വളരെ ചിട്ടയായിട്ട് ക്രമപ്പെടുത്തുന്ന ഒരു ആഹാര ക്രമീകരണമായിരിക്കണം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടത്. കുട്ടികളുടെ ഭക്ഷണത്തിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ഒത്തിരി തിരക്ക് കാരണം പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി പോകാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള എനർജി ലഭിക്കാതെ വരികയും കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ ആഡഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇവർക്ക് തിരഞ്ഞെടുക്കണം. ഒരു ദിവസത്തെ ഊർജത്തിൻ്റെയും പ്രോട്ടീനിൻ്റെയും 1/3 ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാകണം. ബ്രേക്ക്ഫാസ്റ്റ് സഫീഷ്യൻ്റായിട്ട് ലഭിക്കാതെ വന്നാൽ കുഞ്ഞിനുള്ള ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറയുകയും ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല, ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ താണു പോവുകയും തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം കുറയാനും സാധ്യതയുണ്ട്. കുട്ടികളുടെ ഭക്ഷണം നല്ല വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. വെൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് അടങ്ങിയ ഭക്ഷണം തന്നെ ഇവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ ആവശ്യത്തിന് വേണം എന്നുള്ളത്. പ്രോട്ടീന് വേണ്ടി മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, അതുപോലെ ചിക്കൻ ഇവയെല്ലാം കൊടുക്കാം. ഇതിൽ ടൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് ഇവരുടെ ബുദ്ധിക്കും ഓർമ്മയ്ക്കും ഒക്കെ സഹായിക്കുന്നതാണ്. ഒരു ദിവസത്തെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റുകളുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് കുഞ്ഞുങ്ങളുടെ ഒരു ആഹാര ക്രമീകരണത്തിൽ. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് മിനിമം ഒരു 125 ഗ്രാമെങ്കിലും കാണണം. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജം ലഭിക്കാതെ വന്നാൽ ബ്രെയിൻ ഫങ്ഷനെ അത് അഫക്റ്റ് ചെയ്യുകയും അതുപോലെ തയമിൻ, റൈബോഫ്ലവിൻ, നയാസിൻ പോലെയുള്ള ബി വിറ്റമിൻസുകളുടെ കുറവുണ്ടാവുകയും ചെയ്യും. ഇത് പഠനത്തിലൊക്കെ പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ടാകും. ഇനി വിറ്റമിൻ ഡി, വിറ്റമിൻ സി, അതുപോലെ ഫോളിക് ആസിഡ്, സിങ്ക് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണം തന്നെ വേണം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ ബുദ്ധിക്കും ശാരീരിക പ്രവർത്തനങ്ങൾക്കും. അതുപോലെ ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം ഏറ്റവും അത്യാവശ്യമാണ്. ഇനി രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് വിറ്റമിൻ സി അടങ്ങിയ ആഹാരം മസ്റ്റാണ്. അതുകൊണ്ട് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളായിട്ടുള്ള നാരങ്ങാവർഗ്ഗങ്ങൾ, ചെറുനാരങ്ങ, മുസമ്പി, ഓറഞ്ച്, നെല്ലിക്ക, അതുപോലെ ഇലക്കറികൾ ഇവയൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ആഹാരത്തിൻ്റെ പാർട്ടാക്കേണ്ടതാണ്. ഇനി ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടിയെ സംബന്ധിച്ച് ഇടനേര ഫുഡ് നിർബന്ധമായും കൊടുത്തു വിടണം. ഇടനേര ഫുഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വീറ്റ്സുകളോ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസോ അങ്ങനെയുള്ളതാകാതെ, ബേക്കറി പലഹാരങ്ങളോ ആകാതെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടുകളാകാം, നട്ട്സ് വെറൈറ്റീസ് ആകാം, സീഡുകളാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീംഡ് ഫുഡ് ആകാം. ഇങ്ങനെയുള്ള നാച്ചുറൽ ഫുഡ്സ് തന്നെ കൊടുത്തുവിടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഉച്ചക്കത്തെ ഫുഡ് എപ്പോഴും വൈവിധ്യമുള്ളതാകണം. ഉച്ചയ്ക്ക് എന്നും ഒരേപോലെ ചോറ് കൊടുത്തുവിട്ടാൽ ചിലപ്പോൾ കുട്ടി കഴിക്കണം എന്നില്ല. ചോറിന് പകരം ഫ്രൈഡ് റൈസ് ആയിട്ട്, നാച്ചുറലായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസുകളായിട്ടോ, അല്ലെങ്കിൽ ഹെൽത്തി ബിരിയാണികളായിട്ടോ, അല്ലെങ്കിൽ സ്റ്റഫ്ഡ് ചപ്പാത്തിയോ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് തന്നെ ഇവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ ശ്രദ്ധിക്കണം. ആ ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ പ്രോട്ടീനും വിറ്റമിൻസും ഒക്കെ കിട്ടാൻ ഫിഷും വെജിറ്റബിൾസും ഒക്കെ അതിനകത്ത് മസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കാൽഷ്യം അടങ്ങിയ, വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് കാൽഷ്യം അടങ്ങിയ ആഹാരം അത്യാവശ്യമാണ്. കാൽഷ്യം ലഭിക്കാൻ ഏറ്റവും പ്രധാനം പാല് കൊടുക്കുക എന്നുള്ളതാണ്. ദിവസം 1 ഗ്ലാസ് പാലെങ്കിലും കൊടുക്കുക. പാൽ ഉൽപ്പന്നങ്ങളാകാം, തൈര്, മോര് പോലെയുള്ളത്, ഇതുപോലെ ഇലക്കറികൾ, റാഗി, എള്ള്, മുള്ളോടുകൂടിയ ചെറിയ മത്സ്യം, ഇതെല്ലാം കാൽഷ്യത്തിൻ്റെ സോഴ്സസ് ആണ്.
ഇനി അയണിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അനീമിയ പോലെ, വിളർച്ച പോലെയുള്ളതുണ്ടാകാം. അത് പഠനത്തിലൊക്കെ ശ്രദ്ധ കുറയാൻ കാരണമാകും. ക്ഷീണം ഉണ്ടാകാം, കൂടുതൽ സമയം ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാകാം. അതുകൊണ്ട് അയൺ കണ്ടൻ്റുള്ള ഫുഡ്സുകൾ അത്യാവശ്യമാണ്. ഡ്രൈ ഫ്രൂട്ട്സ്, എള്ള്, റാഗി, ഇലക്കറികൾ, അവല്, ഇതെല്ലാം അയണിൻ്റെ സോഴ്സസ് ആണ്. ഇനി അയൺ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വിറ്റമിൻ സി ആവശ്യമാണ്. അതുകൊണ്ട് വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അയൺ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി സ്കൂൾ വിട്ടുവരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെ അന്നേരവും കൊടുക്കണം. അന്നേരവും ഫാസ്റ്റ് ഫുഡോ ജങ്ക് ഫുഡ്സോ അവർക്ക് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുട്ടികളും ജങ്ക് ഫുഡ്സും കോളാപാനീയങ്ങളും ഒക്കെ ഒത്തിരി കഴിക്കുന്നതായിട്ടാണ് ഇപ്പോൾ സ്റ്റഡീസ് വരുന്നത്. അതുകൊണ്ട് അതൊക്കെ പിന്നീട് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കും അതുപോലെ ഫാറ്റി ലിവർ, ഒബീസിറ്റി കണ്ടീഷനിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടിക്ക് എന്തെങ്കിലും ഫ്രൂട്ട് സ്മൂത്തികളായിട്ടോ അതല്ലെങ്കിൽ നട്ട് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുള്ള ധാന്യവർഗ്ഗങ്ങളോട് ആഡ് ചെയ്തിട്ടുള്ള റാഗി, ഹെൽത്ത് മിക്സ്, ഇവയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സ്മൂത്തീസ് കൊടുക്കാം, അല്ലെ ഫ്രൂട്ട് കൊടുക്കാം, പുഴുങ്ങിയ പയറുവർഗ്ഗങ്ങൾ കൊടുക്കാം. ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് അവരിയ്ക്കാൻ സഹായിക്കും. ഇനി രാത്രി ഭക്ഷണം ഒത്തിരി വൈകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒത്തിരി വൈകുകയും ചെയ്യരുത്. അതുമാത്രമല്ല ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കാതിരിക്കുക. രാത്രിയിൽ ഒത്തിരി വറുത്ത ആഹാരങ്ങളോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് വരുന്നുള്ള റെഡ് മീറ്റുകളോ ഒന്നും രാത്രി ഭക്ഷണത്തിൽ ആഡ് ചെയ്യാതിരിക്കുക. ഇനി വെള്ളം കുടിക്കുന്ന കാര്യം പ്രധാനമാണ്. കുട്ടി കുടിക്കുന്ന വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പേരൻസ്. ചിലപ്പോൾ ഒരു 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുമായിരിക്കാം, അവർ കുടിക്കുന്നുണ്ടാകത്തില്ല. അത് കുടിക്കാതിരുന്നാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം. അത് മാത്രമല്ല യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് വെള്ളം കുട്ടിയുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് ക്രമപ്പെടുത്തേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആനിമൽ ഫുഡ്സ്, റെഡ് മീറ്റുകൾ, അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്സുകൾ, പൂരിത കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, പഞ്ചസാര, അതുപോലെ തന്നെ അമിതമായിട്ട് ഉപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കി നിർത്താൻ ശ്രദ്ധിക്കണം. കൂടുതൽ നാച്ചുറൽ ഫുഡ്സ് ആഡ് ചെയ്യുക. ആൻറ്റി ഓക്സിഡൻസ് ഉള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സമയം കറക്റ്റായിട്ട് ക്രമപ്പെടുത്തുക. ഭക്ഷണ ക്രമീകരണവും ആഹാര നിയന്ത്രണവും അതുപോലെ തന്നെ പോഷകസമൃദ്ധമായ ആഹാരവും എക്സസൈസും കൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും ആക്കാം.